Good morning all of you. ഒരു മിനിറ്റ് പ്രാർത്ഥനയോടുകൂടി നമുക്ക് നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കാം. ഓക്കെ, അടുത്ത പോർഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കർവ്, ശരാശരി സ്ഥിര ചിലവ് വക്രം എന്നുള്ളതാണ് അതിൻ്റെ മലയാളം. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കർവ്, ശരാശരി സ്ഥിര ചിലവ് വക്രം, ഷോർട്ട് ഫോം AFC കർവ്. AFC എന്താണെന്ന് നമ്മൾ പഠിച്ചതല്ലേ. നോക്ക്, at all levels of output TFC is constant. കോൺസ്റ്റൻ്റ് എന്താ? സ്ഥിരം അല്ലേ. ഔട്ട്പുട്ട് കൂടുവോ ഔട്ട്പുട്ട് കുറയുവോ എന്ത് ചെയ്താലും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും സ്ഥിരമായിരിക്കും. നമ്മൾ പഠിച്ചതാണ് അല്ലേ. TFC ഒരെണ്ണം 20 ആണെങ്കിൽ ബാക്കി എല്ലാം 20, ഒരെണ്ണം 10 ആണെങ്കിൽ ബാക്കി എല്ലാം 10 ആണ് അല്ലേ. ഉൽപ്പന്നത്തിൻ്റെ അളവ് എത്ര തന്നെ ആയാലും TFC കോൺസ്റ്റൻ്റ് സ്ഥിരമായിരിക്കും. സോ വെൻ ഔട്ട്പുട്ട് ഇൻക്രീസസ് AFC വിൽ ഡിക്രീസ് കണ്ടിന്യൂസ്ലി. വരച്ചിരുന്നേ. എന്നാൽ ഔട്ട്പുട്ട് വർദ്ധിക്കുന്നതിനനുസരിച്ച് AFC ഡിക്രീസ് കണ്ടിന്യൂസ്ലി, തുടർച്ചയായിട്ട് കുറഞ്ഞുകൊണ്ടേയിരിക്കും. കിട്ടിയോ? ഔട്ട്പുട്ട് കൂടുമ്പോൾ AFC കുറയുന്നു. കിട്ടിയോ? ഔട്ട്പുട്ട് കൂടുകയോ കുറയുമ്പോൾ ചെയ്യുമ്പോഴും TFC കോൺസ്റ്റൻ്റ് സ്ഥിരമായിരിക്കും. ഔട്ട്പുട്ട് കൂടുമ്പോൾ AFC കുറയുന്നു. ഇനി സി ടേബിൾ 3.6. The shape of AFC curve will be rectangular hyperbola as shown in diagram 3.5. മക്കളെ പേജ് മറിച്ച് ആ 3.6 ആ ടേബിൾ എടുത്തേ. 3.6 ടേബിൾ എടുത്തിട്ട് AFC നോക്കി. AFC പ്രൊഡക്റ്റും AFC നോക്കുക. ടേബിൾ 3.6 പട്ടിക 3.6 പേജ് നമ്പർ 64. എന്നിട്ട് പ്രൊഡക്റ്റും AFC നോക്കുക. പ്രൊഡക്റ്റ് 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 എന്ന് വർദ്ധിക്കുമ്പോൾ AFC ആദ്യം 0 ആയിരുന്നു, 20, 10 കുറഞ്ഞു, 6.66 കുറഞ്ഞു, 5 കുറഞ്ഞു, 4 കുറഞ്ഞു, 3.33 കുറഞ്ഞു, 2.86 കുറഞ്ഞു, 2.50 കുറഞ്ഞു, 2.22 കുറഞ്ഞു, 2 കുറഞ്ഞു, 1.80 കുറഞ്ഞു. അതായത് നമ്മൾ കണ്ടത് ഔട്ട്പുട്ട് വർദ്ധിക്കുമ്പോൾ AFC കുറഞ്ഞു വരും. അതല്ലേ നമ്മൾ കണ്ടത്. ഓക്കെ, ഇനി so the shape of the average fixed cost curve will be rectangular hyperbola as shown in diagram 3.5. diagram 3.5 നോക്കിയേ. പേജ് നമ്പർ 64. diagram 3.5 നോക്കുക. AFC കർവ് വച്ചിരിക്കുന്നു. അതിൻ്റെ ഷേപ്പ് റെക്റ്റാങ്കുലർ ഹൈപ്പർബോള എന്നാണ് പറയുന്നത്. ആ ഷേപ്പിന് പറയുന്ന പേരാണ് റെക്റ്റാങ്കുലർ ഹൈപ്പർബോള. വരച്ചിരുന്നേ. ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് കർവിൻ്റെ ഷേപ്പ് എന്താണെന്ന് ചോദിച്ചാൽ പഠിച്ചോണം. റെക്റ്റാങ്കുലർ ഹൈപ്പർബോള. കിട്ടിയോ? ഇനി AFC കർവ് ഡിഗ്രീസ് ആൻഡ് അപ്രോച്ചസ് ടു 0 ബട്ട് ഇറ്റ് വിൽ നെവർ ബി 0. കണ്ടോ? അപ്പോൾ AFC 0യുടെ അടുത്ത് വരെ എത്തുന്നുണ്ട്, പക്ഷെ ഒരിക്കലും 0 ആകുന്നില്ല. ആ കർവിൽ നോക്കിയേ, അല്ലെങ്കിൽ ടേബിളിൽ നോക്കിയേ. AFC 1.80 വരെ അല്ലേ, 1.80 വരെ 0യുടെ അടുത്ത് വരെ ആകുന്നുണ്ട്, പക്ഷെ ഒരിക്കലും 0 ആകുന്നില്ല. ഇഫ് യു നോ AFC വി ക്യാൻ ഫൈൻഡ് TFC ബൈ AFC into Q. ദാറ്റ് ഈസ് TFC is equal to AFC into Q. നമ്മൾ പഠിച്ചത് തന്നെ. AFC കാണാൻ വേണ്ടിയുള്ള ഇക്വേഷനാണ്, TFC കാണാൻ വേണ്ടിയുള്ള ഇക്വേഷനാണ് AFC into Q. നമ്മൾ പഠിച്ചതാണ്. ഡയഗ്രാം 3.5. when the quantity of output become OQ, ഉൽപ്പന്നത്തിൻ്റെ അളവ് OQ ആണ്. AFC is OA. AFC എന്ന് പറഞ്ഞാൽ അവിടെ എത്രയാണ്? OA ആണ്. ഓക്കെ, ഉൽപ്പന്നത്തിൻ്റെ അളവ് ഇവിടെ OQ, AFC OA ആണ്. സോ TFC at Q ലെവൽ ഈസ്, TFC കണ്ടുപിടിക്കാൻ വേണ്ടി AFC into Q എന്നല്ലേ. AFC നമുക്കറിയാം. AFC എത്രയാണ്? OA into OQ is equal to OAFQ എന്ന് പറയുന്ന ഷെയ്ഡഡ് ഏരിയ. ആ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഏരിയ കണ്ടോ? ആ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഏരിയയാണ് ഇവിടെ TFC. അപ്പോൾ TFC കാണാൻ വേണ്ടി ഇക്വേഷനാണ് TFC is equal to AFC into Q. ഇവിടെ AFC നമുക്കറിയാം, OAQ എന്ന് തന്നിരിക്കുന്നു, OA എന്ന് തന്നിരിക്കുന്നു അല്ലേ. അപ്പോൾ AFC into Q is equal to OA into OQ is equal to OAFQ എന്ന് പറയുന്ന ഷെയ്ഡഡ് ഏരിയ ആണ് ഇവിടെ TFC. കിട്ടിയോ? ഇനി എക്സാമ്പിൾ 3.13. 3.13. In table 3.6, when output is 2, is 5 units, AFC is 4. Then TFC is equal to 4 into 5 is equal to 20. On the base of table, AFC curve is dawning 3.3.
കിട്ടിയോ? അപ്പോൾ നമുക്ക് ഒരു ചുമ്മാ ഒരു ഉദാഹരണത്തിന് വേണ്ടി ഒരു ടേബിൾ കൊടുത്തിരിക്കുന്നു. ടേബിളിനകത്ത് പ്രൊഡക്റ്റ് ഉണ്ട്. TFC 20 മാറ്റമില്ല. TVC ഉണ്ട്, TC ഉണ്ട്, AFC ഉണ്ട്, AVC ഉണ്ട്, SAC ഉണ്ട്, SMC ഉണ്ട്. ഇത്രയും സാധനങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഇത്രയും സാധനങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചതാണ്. പ്രൊഡക്റ്റ്, TFC, TVC, TC, AFC, AVC, SAC, SMC അല്ലേ? ഇത്രയും സാധനങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതണം? പ്രൊഡക്റ്റും TFCയും നിങ്ങൾ നോട്ട് എഴുതി തരുമ്പോൾ പ്രൊഡക്റ്റും TFCയും ബുക്കിലേക്ക് എഴുതിയിട്ട് ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിച്ച് വേണം എനിക്ക് അയച്ചത്. കിട്ടിയോ? അപ്പോൾ ഇത്രയും സാധനങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റും TFCയും TVCയും കൂടെ എഴുതിയിട്ട് TCയും AFCയും AVCയും SACയും SMCയും അതിൽ ഇക്വേഷൻ എഴുതുക. എന്നിട്ട് നിങ്ങളത് കാണാതെ പുസ്തകം നോക്കാതെ കണ്ടുപിടിക്കുക. എന്നിട്ട് വേണം എനിക്ക് നോട്ട് എഴുതി അയച്ചു തരാൻ. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇനി അവിടെ AFC കർവ് വരച്ചിരിക്കുന്നു. നോക്കി, AFC കർവ് വരച്ചിരിക്കുന്നു. X ആക്സിൽ ഉൽപ്പന്നത്തിൽ അളവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. Y ആക്സിൽ എന്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു? ആവറേജ് കോസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു അല്ലേ? ആവറേജ് കോസ്റ്റ് എത്ര? 20 വരെ മതി അല്ലേ? 0, 2, 4, 6, 8, 10, 12, 13, 14, 16, 18, 20 അല്ലേ? ഉൽപ്പന്നത്തിനളവ് 0 ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? AFCയും 0. ഉൽപ്പന്നത്തിനളവ് 0ൽ നിന്ന് 1 ആയിട്ട് വർദ്ധിക്കുമ്പോൾ 0ൽ നിന്ന് 1 ആയിട്ട് വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? 20 ആകുന്നു. 2 ആയിട്ട് വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? 10 ആകുന്നു. 3 നമ്മുടെ ടേബിളിനനുസരിച്ചാണ് വരച്ചേക്കുന്നത്. കിട്ടിയോ? X ആക്സിൽ ഉൽപ്പന്നത്തിന് അളവ് രേഖപ്പെടുത്തുക, Y ആക്സിൽ ആവറേജ് കോസ്റ്റ് രേഖപ്പെടുത്തുക. AFCയും ഇതും മതി, ഉൽപ്പന്നത്തിന് അളവ് മതി. ഉൽപ്പന്നത്തിന് അളവ് 0 മുതൽ 12 വരെ വേണം. AFC നമുക്ക് 20 വരെ വേണം. അതുകൊണ്ട് നമ്മൾ 0 to 20 എന്നിട്ട് നോക്കി വരയ്ക്കുക. ഉൽപ്പന്നത്തിന് അളവ് 1 ആകുമ്പോൾ ഉൽപ്പന്നത്തിന് അളവ് 0 ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? 0. ഉൽപ്പന്നത്തിന് 1 ആകുമ്പോൾ 20 അങ്ങനെ അടയാളപ്പെടുത്തി വേണം വരയ്ക്കാൻ. കിട്ടിയോ? ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ടേബിൾ നിങ്ങളുടെ ബുക്കിലേക്ക് നിങ്ങൾ കാണാതെ വരയ്ക്കുന്നു, ചെയ്ത് വരയ്ക്കുന്നു. എന്നിട്ട് AFC കർവും നിങ്ങൾ പുസ്തകത്തിൽ നോക്കി വരയ്ക്കരുത്. നിങ്ങൾ തനിയെ വരച്ച് വേണം എനിക്ക് അയച്ചു തരാം. കിട്ടിയോ? നെക്സ്റ്റ് പോർഷനിലേക്ക് പോകുന്നു. ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവ്, ശരാശരി വിഭേദക ചിലവ് വക്രം എന്നുള്ളതാണ് മലയാളം. ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവ്, ശരാശരി വിഭേദക ചിലവ് വക്രം, ഷോർട്ട് ഫോം AVCC അല്ലേ? ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കർവാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവ് പഠിക്കുന്നു, ശരാശരി വിഭേദക ചിലവ് വക്രം. നോക്കൂ, as quantity of output increases, AVC initially decreases and later increases. ഉൽപ്പന്നത്തിന്റെ അളവ് കൂടുമ്പോൾ AVC ഇനീഷ്യലി തുടക്കത്തിൽ കുറയുന്നു, പിന്നീട് വർദ്ധിക്കുന്നു. അതുകൊണ്ട് ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവിന്റെ ഷേപ്പ് U ഷേപ്പിലാണ്. വരച്ചിരണേ. ഉൽപ്പന്നത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഇനീഷ്യലി തുടക്കത്തിൽ കുറയുന്നു, പിന്നീട് വർദ്ധിക്കുന്നു. അതുകൊണ്ട് ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവിന്റെ ഷേപ്പ് U ഷേപ്പിലാണ്. ഡയഗ്രാം 3.6 മക്കൾ ഡയഗ്രത്തിലേക്ക് നോക്കി. shows a average variable cost curve. If you know average variable cost and quantity of output, we can calculate TVC. TVC is equal to AVC into Q. In the diagram, when output become OQ, AVC is OV, TVC is equal to AVC into Q. അപ്പോൾ നോക്കിയേ, ഡയഗ്രത്തിൽ ഉൽപ്പന്നത്തിൻ്റെ അളവ് എന്ന് കൊടുത്തിരിക്കുന്നു. ഉൽപ്പന്നത്തിൻ്റെ അളവ് OQ എന്ന് കൊടുത്തിരിക്കുന്നു. AVC OV എന്ന് കൊടുത്തിരിക്കുന്നു. TVC കണ്ടുപിടിക്കാൻ വേണ്ടി AVC into Q. AVC OV ആണ്. OV into OQ is equal to OVCQ എന്ന് പറയുന്ന ആ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഏരിയ ആണ് ഇവിടെ എന്ത്? ആവറേജ് വേരിയബിൾ കോസ്റ്റ്. കിട്ടിയോ? അപ്പോൾ ആവറേജ് വേരിയബിൾ കോസ്റ്റ് നോക്കുക. ആവറേജ് വേരിയബിൾ കോസ്റ്റ് തുടക്കത്തിൽ കുറയുന്നു, പിന്നീട് വർദ്ധിക്കുന്നു. അതുകൊണ്ട് ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവിൻ്റെ ഷേപ്പ് U ഷേപ്പിലാണ്. അത്രയും നന്നായിട്ട് പഠിക്കണം. പിന്നെ നമുക്ക് ചിത്രത്തിൽ തന്നിരിക്കുന്നു. TVC കണ്ടുപിടിക്കാൻ വേണ്ടി AVC into Q ആണ്. AVC OV തന്നിരിക്കുന്നു, Q OQ എന്ന് തന്നിരിക്കുന്നു. അപ്പോൾ OVCQ എന്ന് പറയുന്ന ഷെയ്ഡഡ് ഏരിയ ആണ് ഇവിടെ എന്ത്? ആവറേജ് വേരിയബിൾ കോസ്റ്റ്. കിട്ടിയോ? അടുത്തതിലേക്ക് പോകുന്നു. ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവ്, ഹ്രസ്വകാല ശരാശരി ചിലവ് വക്രം. ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവ്, ഹ്രസ്വകാല ശരാശരി ചിലവ് വക്രം എന്നുള്ളതാണ് മലയാളം. SACC ഷോർട്ട് ഫോം. ഇനീഷ്യലി ആസ് ഔട്ട്പുട്ട് ഇൻക്രീസസ് SAC ഡിഗ്രീസസ് ആൻഡ് ലേറ്റർ decreases. തുടക്കത്തിൽ, ഇനീഷ്യലി തുടക്കത്തിലല്ല, ആരംഭത്തിൽ
തുടക്കത്തിൽ ഔട്ട്പുട്ട് വർദ്ധിക്കുമ്പോൾ SAC കുറയുന്നു, പിന്നീട് വർദ്ധിക്കുന്നു. തുടക്കത്തിൽ ഔട്ട്പുട്ട് വർദ്ധിക്കുമ്പോൾ SAC കുറയുന്നു, പിന്നീട് വർദ്ധിക്കുന്നു. ദിസ് ഈസ് ഷോൺ ഇൻ ടേബിൾ 3.6. സോ ദ SAC കർവ് അസ്യൂംസ് യു ഷേപ്പ്. SAC കർവിൻ്റെ ഷേപ്പും യു ഷേപ്പാണ് വരച്ചത്. അവിടെ SAC എന്ന് പറയുന്നത് ഷെയ്ഡഡ് ഏരിയ ആണ്. ഷെയ്ഡഡ് ഏരിയ. നോക്കിയേ, ഡയഗ്രാം 3.7 ഷോൺ ഷോർട്ട് ആൻഡ് ആവറേജ് കോസ്റ്റ് കർവ്. ഫ്രം SAC വി ക്യാൻ കാൽക്കുലേറ്റ് TC. To find the TC of an output at the particular level, multiply SAC with the quantity of output, that is TC കണ്ടുപിടിക്കാൻ വേണ്ടി SAC into Q. ഇവിടെ SAC നമുക്ക് OA എന്ന് തന്നിരിക്കുന്നു, QOQ എന്ന് തന്നിരിക്കുന്നു. OACQ എന്ന് പറയുന്ന ഷെയ്ഡഡ് ഏരിയ ആണ് ഇവിടെ എന്ത് TC. കിട്ടിയോ? ഇത്രയും പഠിച്ചാൽ മതി, ടെൻഷൻ ഒന്നും പഠിക്കണ്ട. ഷോർട്ട് ആൻഡ് ആവറേജ് കോസ്റ്റ് കർവ് അല്ലേ, ഉൽപ്പന്നത്തിന് അളവ് കൂടുമ്പോൾ ഇത് തുടക്കത്തിൽ കുറയുന്നു, പിന്നീട് വർദ്ധിക്കുന്നു. അതുകൊണ്ട് SAC കർവിൻ്റെ ഷേപ്പ് എപ്പോഴും യു ഷേപ്പ്. ആ ഷേപ്പ് ഒന്ന് പഠിച്ചിരിക്കുക. അടുത്തത് ഷോർട്ട് ആൻഡ് മാർജിനൽ കോസ്റ്റ് കർവ്. ഹ്രസ്വകാല സീമാന്ത ചിലവ് വക്രം, ഷോർട്ട് ഫോം SMCC. ഹ്രസ്വകാല സീമാന്ത ചിലവ് വക്രം, ഷോർട്ട് ഫോം SMCC. SMC curve initially falls as output rises, later increases. This is can be seen in the diagram 3.6. SMC is a U-shaped curve. അത്ര പഠിക്കുക. SMC curve എന്ത് ചെയ്യുന്നു? ഇതും തുടക്കത്തിൽ കുറയുന്നു, പിന്നീട് വർദ്ധിക്കുന്നു. SMC curve ഷേപ്പ് യു ഷേപ്പ്ഡാണ് അല്ലേ. നമ്മളിപ്പോൾ യു ഷേപ്പ്ഡ് കർവ് ഒത്തിരി പഠിച്ചു, മാറിപ്പോകരുത്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് വൺ വേഡ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. SMC തുടക്കത്തിൽ കുറയുന്നു, പിന്നീട് വർദ്ധിക്കുന്നു. അതുകൊണ്ട് SMC കർവിൻ്റെ ഷേപ്പ് യു ഷേപ്പ്ഡ്. കിട്ടിയോ? ഇനി നോക്കിയേ, SMC, SAC, ABC ഒരു ഉദാഹരണം വരച്ചിരിക്കുന്നു. ഗ്രാഫ് 3.4. SMC, SAC, ABC അല്ലേ, ഉദാഹരണം വരച്ചിരിക്കുകയാണ്. നോക്കിയേ, മൂന്നിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? യു ഷേപ്പ്ഡ് അല്ലേ. എക്സ് ആക്സിൽ ഉൾപ്പെടുന്ന അളവ് രേഖപ്പെടുത്തിയിരിക്കുന്നു അല്ലേ. Y ആക്സിൽ ആവറേജ് ആയ മാർജിനൽ കോസ്റ്റ് വരച്ചിരിക്കുന്നു. അവിടെ ABC കർവുണ്ട്, SAC കർവുണ്ട്, SMC കർവുണ്ട് അല്ലേ. മൂന്നിൻ്റെയും ഷേപ്പ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? യു ഷേപ്പ്ഡ് എന്ന് പറയാനായിട്ട് സാധിക്കും. കിട്ടിയോ? വരച്ച് പഠിക്കണം, വരച്ച് പഠിക്കുക. കിട്ടിയോ? ഇനി അടുത്ത പോയിന്റിലേക്ക് പോകുന്നു. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ABC ആൻഡ് MC. ആവറേജ് വേരിയബിൾ കോസ്റ്റും മാർജിനൽ കോസ്റ്റും തമ്മിലുള്ള ബന്ധം. ആവറേജ് വേരിയബിൾ കോസ്റ്റ്, ശരാശരി വിഭേദക ചിലവും സീമാന്ത ചിലവും തമ്മിലുള്ള ബന്ധം എന്താണ്? ബന്ധത്തിനോട് 4 എണ്ണം കേട്ടോ. നോക്ക്, ABC ആൻഡ് MC ഇനീഷ്യലി ഫാൾസ് ആൻഡ് ലേറ്റർ റൈസസ്. ABCയും MCയും തുടക്കത്തിൽ കുറയുന്നു, പിന്നീട് വർദ്ധിക്കുന്നു. ആ ഡയഗ്രാം കൂടെ നോക്കണേ. അവിടെ ABC കർവുമുണ്ട്, MC കർവുമുണ്ട്. ABC ആൻഡ് MC ഇനീഷ്യലി ഫാൾസ് ആൻഡ് ലേറ്റർ റൈസ്. നോക്കിയേ, തുടക്കത്തിൽ നോക്കിയേ, തുടക്കത്തിൽ രണ്ടും കുറയുന്നു, പിന്നീട് വർദ്ധിക്കുന്നു അല്ലേ. തുടക്കത്തിൽ രണ്ടും കുറയുന്നു, ABCയും കുറയുന്നു, MCയും കുറയുന്നു, പിന്നീട് വർദ്ധിക്കുന്നു. 2, when ABC falls, MC will be less than ABC. നോക്കിക്കേ, Q1 മുമ്പ് നോക്കിയേ, തുടക്കത്തിൽ രണ്ടും കുറയുന്നു എന്ന് ഞാൻ പറഞ്ഞു. തുടക്കത്തിൽ രണ്ടും കുറയുന്നു, ഏറ്റവും കൂടുതൽ കുറയുന്നത് MC ആണ്. കണ്ടോ, തുടക്കത്തിൽ രണ്ടും കുറയുന്നു, ഏറ്റവും കൂടുതൽ കുറയുന്നത് MC ആണ്. കണ്ടോ? 3, when ABC rises, MC will be more than ABC. എന്ത് സംഭവിക്കുന്നു? ABCയും വർദ്ധിക്കുന്നു, MCയും വർദ്ധിക്കുന്നു അല്ലേ. when ABC rises, MC will more than ABC. ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്നത് MC ആണ്. കിട്ടിയോ? ABCയും വർദ്ധിക്കുന്നു, MCയും വർദ്ധിക്കുന്നു, ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്നത് MC ആണ്. 4, when ABC is minimum, MC and ABC will be equal in the diagram when output is Q1. ഉൽപ്പന്നത്തിൻ്റെ അളവ് Q1 ആകുമ്പോൾ MC കർവും ABC കർവും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ABCയും MCയും തുല്യമാണ്. കിട്ടിയോ? 4 ബന്ധമേ ഉള്ളൂ. 1, ABCയും MCയും തുടക്കത്തിൽ കുറയുന്നു, പിന്നീട് വർദ്ധിക്കുന്നു അല്ലേ. 2, ABCയും കുറയുന്നു, MCയും കുറയുന്നു, ഏറ്റവും കൂടുതൽ കുറയുന്നത് MC ആണ്. 3, ABCയും കൂടുന്നു, MCയും കൂടുന്നു, ഏറ്റവും കൂടുതൽ കൂടുന്നത് MC ആണ്. 4, Q1 എന്ന് പറയുന്ന പോയിന്റിൽ MCയും ABCയും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ABCയും MCയും തുല്യമാണ്. എളുപ്പമല്ലേ? അടുത്തത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ SAC ആൻഡ് ABC. ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റും
ആവറേജ് വേരിയബിൾ കോസ്റ്റും തമ്മിലുള്ള ബന്ധം. ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്, ഹ്രസ്വകാല ശരാശരി ചെലവും ശരാശരി വിഭേദക ചെലവും തമ്മിലുള്ള ബന്ധം എന്താണ്? 3 എണ്ണേ ഉള്ളൂ. എളുപ്പമാണ്. നോക്കാം. ഒന്ന്, അടുത്ത ഗിവൺ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ SCC ആൻഡ് ABC കർവ് വിൽ ബി ഈക്വൽ അറ്റ് ദ AFC ഓഫ് ദ ഔട്ട്പുട്ട്. നോക്കിയേ, അവിടെ 3 കർവ് കൊടുത്തിട്ടുണ്ട്. ആവറേജ് വേരിയബിൾ കോസ്റ്റ്, ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്, SMC കർവ്. അടുത്ത ഗിവൺ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ SCC ആൻഡ് ABC കർവ് വിൽ ബി ഈക്വൽ ടു AFC കർവ്. കണ്ടോ, ഒരു നിശ്ചിത ഉൽപ്പന്നത്തിൻ്റെ അളവിൽ SACയും ABCയും തമ്മിലുള്ള അകലം AFCക്ക് തുല്യമായിരിക്കും. ഒരു നിശ്ചിത ഉൽപ്പന്നത്തിൻ്റെ അളവിൽ SACയും ABCയും തമ്മിലുള്ള അകലം AFCക്ക് തുല്യമായിരിക്കും. ഒന്ന്, ഡിഫറൻസ് ബിറ്റ്വീൻ SAC ആൻഡ് ABC ഡിക്രീസസ് ആസ് ഔട്ട്പുട്ട് ഇൻക്രീസസ്. ഉൽപ്പന്നത്തിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ SACയും ABCയും തമ്മിലുള്ള വ്യത്യാസം കുറഞ്ഞു വരും. 3, മിനിമം പോയിന്റ് ഓഫ് ABC കർവ് ഈസ് ഓൺ ദ ലെഫ്റ്റ് ഓഫ് ദ മിനിമം പോയിന്റ് ഓഫ് SAC. എന്താണ്? ABC കർവിൻ്റെ മിനിമം പോയിന്റ് SAC കർവിൻ്റെ ഇടത് സൈഡിലായിരിക്കും. അപ്പം 3 എണ്ണേ ഉള്ളൂ. ഒന്ന്, എന്താണ്? ഉൽപ്പന്നത്തിൻ്റെ അളവിൽ മാറ്റം വരുമ്പോൾ SACയും ABCയും തമ്മിലുള്ള അകലം AFCക്ക് തുല്യമായിരിക്കും. 2, ഉൽപ്പന്നത്തിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ SACയും ABCയും തമ്മിലുള്ള വ്യത്യാസം കുറഞ്ഞിരിക്കും. 3, ABCയുടെ മിനിമം പോയിന്റ് SACയുടെ മിനിമം പോയിന്റിൻ്റെ ലെഫ്റ്റ് സൈഡ് ഇടത് സൈഡിലായിരിക്കും. കേട്ടിയോ? അടുത്ത പോർഷനിലേക്ക് പോകുന്നു. ലോങ് റൺ കോസ്റ്റുകൾ, ദീർഘകാല ചെലവുകൾ. നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് ഹ്രസ്വകാല ചെലവിനെ സംബന്ധിച്ചാണ്, ഷോർട്ട് റൺ കോസ്റ്റ്. ഇനി ലോങ് റൺ കോസ്റ്റിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നു, ദീർഘകാല ചെലവുകൾ. നോക്കാം. ഇൻ ദ ലോങ് റൺ ഓൾ ഇൻപുട്സ് ആർ വേരിയബിൾ. നമ്മൾ പഠിച്ചതാണ്. ദീർഘകാലയളവിൽ എല്ലാ ഇൻപുട്ടിലും മാറ്റം വരുത്തുവാനായിട്ട് സാധിക്കും. ഫിക്സഡ് ഇല്ല, എല്ലാത്തിലും മാറ്റം വരുത്തുവാനായിട്ട് സാധിക്കും. Therefore, അതുകൊണ്ട് there is no decision between fixed cost and variable cost. അതുകൊണ്ട് ഫിക്സഡ് കോസ്റ്റെന്നോ വേരിയബിൾ കോസ്റ്റെന്നോ ഒരു വ്യത്യാസവുമില്ല. എല്ലാം വേരിയബിളാണ്. എല്ലാം മാറ്റം വരുത്തുവാനായിട്ട് സാധിക്കും. കോസ്റ്റ് ഇൻക്ലൂഡ് ബൈ ഫോർ ദി ഇൻപുട്ട് ഇൻ ദ ലോങ് റൺ ആർ കോൾഡ് ലോങ് റൺ കോസ്റ്റ്. ദീർഘകാലയളവിൽ ഒരു ഉൽപ്പാദകൻ വാങ്ങുന്ന ഇൻപുട്ടുകൾ വാങ്ങാൻ വേണ്ടി അവന് ചിലവുകളുണ്ട്. ദീർഘകാലയളവിൽ ഒരു ഉൽപ്പാദകൻ ഇൻപുട്ടുകൾ വാങ്ങുമ്പോൾ അവനുണ്ടാകുന്ന ചിലവിനെ വിളിക്കുന്ന പേരാണ് ലോങ് റൺ ടോട്ടൽ കോസ്റ്റ്. ലോങ് റൺ ആവറേജ് കോസ്റ്റ് ആൻഡ് ലോങ് റൺ മാർജിനൽ കോസ്റ്റ് ആർ ദ ലോങ് റൺ കോസ്റ്റ്. ദീർഘകാലയളവിൽ 2 ചിലവുണ്ട്. ഒന്ന് LRIC, 2 LRMC. ലോങ് റൺ ആവറേജ് കോസ്റ്റ്, ദീർഘകാല ശരാശരി ചിലവ്. 2 ലോങ് റൺ മാർജിനൽ കോസ്റ്റ്, ദീർഘകാല സീമാന്ത ചിലവ്. ലോങ് റൺ ആവറേജ് കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് വരച്ചത് TC/Q. ലോങ് റൺ മാർജിനൽ കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ΔTC/Q. അല്ലേ? ലോങ് റൺ ആവറേജ് കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ TC/Q, ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ Q. ലോങ് റൺ മാർജിനൽ കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ΔTC/Q. അല്ലേ? ΔTC ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ്. അല്ലേ? ടോട്ടൽ കോസ്റ്റിൽ വന്ന മാറ്റം ഡിവൈഡ് ബൈ ΔQ, ഉൽപ്പന്നത്തിൻ്റെ അളവിൽ വന്ന മാറ്റം. ഷേപ്പ് ഓഫ് ദ ലോങ് റൺ കോസ്റ്റ് കർവ്. ലോങ് റൺ കോസ്റ്റ് കർവിൻ്റെ ഷേപ്പ് 2 ഉള്ളൂ. ലോങ് റൺ ആവറേജ് കോസ്റ്റും ലോങ് റൺ മാർജിനൽ കോസ്റ്റും. നോക്കാം. LRIC ആൻഡ് LRMC കർവ് ആർ യു ഷേപ്പ്ഡ്. 2ൻ്റെ ഷേപ്പ് വരച്ചിരുന്നത് യു ഷേപ്പിലാണ്. അല്ലേ? അവിടെ ഡയഗ്രാം 3.11 വരച്ചിട്ടുണ്ട്. നോക്കിയാൽ മക്കളെ, ബോത്ത് ആർ ഫ്ലാറ്റർ ദാൻ SSC ആൻഡ് കർവ്. LRIC LRMC ഇനീഷ്യലി ഡിക്രീസസ് ആൻഡ് ദെൻ ഇൻക്രീസസ്. അല്ലേ? തുടക്കത്തിൽ ഇത് രണ്ടും കുറയുന്നു, പിന്നീട് ഇത് വർദ്ധിക്കുന്നു. മോർ ഓവർ ദെയർ സെൻറ്റർ വുഡ് ബി കമ്പാരിറ്റീവ് ഫ്ലാറ്റ്. യു ഷേപ്പ് ഓഫ് ദിസ് കർവ് ആർ കോസ്റ്റഡ് വിത്ത് റിട്ടേൺ ടു സ്കെയിൽ. LRIC കർവ് ആൻഡ് LRMC ഡയഗ്രാം 3.11. അല്ലേ? അപ്പോൾ ഇത്രയും പഠിച്ചാൽ മതി. ലോങ് റണ്ണിൽ 2 കോസ്റ്റുകളാണുള്ളത്, LRIC LRMC. അല്ലേ? തുടക്കത്തിൽ ഇത് കുറയുന്നു, പിന്നീട് ഇത് വർദ്ധിക്കുന്നു. അതുകൊണ്ട് ഇതിന് 2ൻ്റെ ഷേപ്പ് യു ഷേപ്പ്. കിട്ടിയോ? ഇനി LRICയും LRMCയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ബന്ധത്തിലുണ്ട് 5 എണ്ണം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ LRIC ആൻഡ് LRMC. ലോങ് റൺ ആവറേജ് കോസ്റ്റും ലോങ് റൺ മാർജിനൽ കോസ്റ്റും തമ്മിലുള്ള ബന്ധം. 1, വെൻ LRIC ഫാൾസ് LRMC ഇസ് ലെസ് ദാൻ LRIC. നോക്കിയേ, അവിടെ ഡയഗ്രാം ഉണ്ട്, LRMCയും ഉണ്ട്, LRICയും ഉണ്ട്. വെൻ LRIC ഫാൾസ് LRMC ഇസ് ലെസ് ദാൻ LRIC. രണ്ടും കുറയുന്നു. ക്യൂവിന് മുമ്പ് നോക്കി,
ക്യൂവിന് മുമ്പ് രണ്ടും കുറയുന്നു. ഏറ്റവും കൂടുതൽ കുറയുന്നത് LRMC ആണ്. ക്യൂ എന്ന് പറയുന്ന ഉൽപ്പന്നത്തിൻ്റെ അളവ് മുമ്പ് LRMC കുറയുന്നു, LRAC കുറയുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ കുറയുന്നത് LRMC ആണ്. 2. When LRAC rises, LRMC is more than the LRAC. നോക്കി, ക്യൂവിന് ശേഷം രണ്ടും വർദ്ധിക്കുന്നു. LRAC rises, LRMC is more than LRAC. ഏറ്റവും കൂടുതൽ കൂടുന്നത് LRMC ആണ്. രണ്ടും കൂടുന്നു, ക്യൂവിന് ശേഷം രണ്ടും കൂടുന്നു, LRMCയും കൂടുന്നു, LRACയും കൂടുന്നു. ഏറ്റവും കൂടുതൽ കൂടുന്നത് LRMC ആണ്. 3. LRMC കർവ് കട്ട്സ് LRAC കർവ് അറ്റ് ദ മിനിമം പോയിന്റ് ബിലോ. ക്യൂ എന്ന് പറയുന്ന പോയിന്റിൽ രണ്ടും കൂട്ടിമുട്ടുന്നു. LRMCയും LRACയും തമ്മിൽ കൂട്ടിമുട്ടുന്നു. അപ്പോൾ LRMC ഈക്വൽ ടു LRAC അവിടെ എഴുതി വെക്കണം, പുസ്തകത്തിലില്ല. ക്യൂ എന്ന് പറയുന്ന പോയിന്റിൽ LRMCയും LRACയും കൂട്ടുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് LRMC ഈക്വൽ ടു LRAC. 4. മിനിമം പോയിന്റ് ഓഫ് LRMC വിൽ ബി ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ LRAC. LRMCയുടെ മിനിമം പോയിന്റ് LRACയുടെ ഇടതുവശത്താണ്. LRMCയുടെ മിനിമം പോയിന്റ് LRACയുടെ ഇടത് സൈഡാണ്. 5. As per traditional theorem question, LRAC and LRMC curve are U-shaped. രണ്ടിൻ്റെ ഷേപ്പ് U-shaped. കിട്ടിയോ? 5 ബന്ധങ്ങളുണ്ട്, പഠിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് കർവിനെ കുറിച്ച് പഠിച്ചു, ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവിനെ കുറിച്ച് പഠിച്ചു, ഷോർട്ട് ആൻഡ് ആവറേജ് കോസ്റ്റ് കർവിനെ കുറിച്ച് പഠിച്ചു, ഷോർട്ട് ആൻഡ് മാർജിനൽ കോസ്റ്റ് കർവിനെ കുറിച്ച് പഠിച്ചു, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ABC ആൻഡ് MC പഠിച്ചു, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ SSC ആൻഡ് ABC പഠിച്ചു, ലോങ് റൺ കോസ്റ്റിനെ കുറിച്ച് പഠിച്ചു, ഷേപ്പ് ഓഫ് ലോങ് റൺ കോസ്റ്റ് കർവിനെ കുറിച്ച് പഠിച്ചു, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ LRAC ആൻഡ് LRMC. അല്ലേ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ആ ഡയഗ്രാമൊക്കെ നിങ്ങൾ കാണാതെ വരച്ച് വേണം എനിക്ക് നോട്ട് അയച്ചു തരാൻ. കിട്ടിയോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇന്നത്തെ ക്ലാസ് കണ്ടതിന് ശേഷം ഇന്ന് തന്നെ ക്ലാസ്സിൻ്റെ ഒരു ലെക്ചർ നോട്ട് പ്രിപ്പയർ ചെയ്ത് എൻ്റെ വാട്സപ്പിലേക്ക് അയച്ചു തരിക. കിട്ടിയോ? അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.